നമ്മുടെ മണ്ണാർക്കാട് ഈ ഒരു കരിക്ക് എന്നുള്ള ബോർഡ് തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. കയറിയപ്പോൾ തന്നെ അഞ്ജുവിന് ഇതെല്ലാം മെനു നോക്കിയിട്ട് മതിയാവുന്നില്ല. ഇവരെന്താ ഇത്ര ഓർഡർ ചെയ്യുന്നതെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മോമോസ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനും അഞ്ജും ഫ്രൈഡ് മോമോസാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ ചോക്കോ, അവിൽ മിൽക്കും അതുപോലെ ടെൻഡർ ചിക്കു ഷെയ്ക്കും ഓർഡർ ചെയ്തു. ഇതെല്ലാമാണെങ്കിൽ ബോറടിച്ചിട്ട് അവൾ കരയാനും കൂക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മളവിടെ കിടത്തി സമാധാനിപ്പിച്ച് ഇതുപോലെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടും എത്തിയില്ല സംഭവം. കുറച്ച് സമയം എടുത്തു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെള്ളം കുടിക്കുക അതൊക്കെ ആയിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ ഐറ്റം എത്തി. ചിക്കും എത്തി, അതുപോലെ നമ്മുടെ അവിൽ മിൽക്കും എത്തിട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മോമോസ് എത്തിട്ടോ. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. ഇതളാണെങ്കിൽ കടന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതാ അഞ്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടോ. അവളുടെ എക്സ്പ്രഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ എത്തി. നമ്മൾ രണ്ട് സോസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മളെടുത്ത് കഴിച്ചിട്ടോ. അടിപൊളിയായിരുന്നു. ആദ്യം തന്നെ വായ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമുക്ക് അടിപൊളി ഇഷ്ടമായി. കാരണം ഫ്രൈഡ് ചെയ്ത് കൊടുന്നതും കൊണ്ട് നമ്മളതൊന്നും നോക്കാതെ എടുത്ത് കഴിച്ചു. പിന്നെ ഇതിലാണെങ്കിൽ അവിടുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പൊട്ട് അവൾക്കും കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇതിലാണെങ്കിൽ എല്ലാ സമയത്തും അച്ഛ അമ്മ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് അവൾക്കും കുറേശ്ശെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും നമ്മൾ അവളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റി നിർത്തില്ല. പക്ഷേ ഒറ്റയടിക്ക് അവൾക്കെല്ലാം കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ അവളെ ശീലിപ്പിക്കുന്നുണ്ട്. വെയിലും മഴയും കാറ്റും എല്ലാം കൊള്ളിപ്പിച്ചിട്ട് തന്നെ നമ്മൾ അവളെ വളർത്തുന്നുള്ളൂ. എല്ലാ സിറ്റുവേഷനും അവൾ ഹാൻഡിൽ ചെയ്യാൻ അവൾ പ്രാപ്തയാവട്ടെ. അപ്പോൾ എന്തായാലും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു, കരിക്കിൻ്റെ ഐസ് ഐസ് കേട്ടോ. അപ്പോൾ അതുകൂടി വാങ്ങിയിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര നിർത്തുകയാണ്.